മാർച്ച് 8 മുതൽ 15 വരെ വേൾഡ് ഗ്ലൂക്കോമ വേൾഡ് ആയിട്ടാണ് ആചരിക്കുന്നത്. ആ ഒരു വീക്ക് തന്നെ എന്തിനാണ് ഗ്ലൂക്കോമ വീക്കായിട്ട് ആചരിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഈ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഇടയിലേക്ക് അറിവില്ലാത്തതാണ്. ആൾക്കാർക്ക് അറിയില്ല എന്താണ് ഗ്ലൂക്കോമ എന്നുള്ളത്. ശരിക്കും എന്താണ് ഗ്ലൂക്കോമ? ഇത് ആരംഭഘട്ടത്തിൽ തുടക്കത്തിൽ എങ്ങനെയാണ് ഈ ഗ്ലൂക്കോമ നമുക്കുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ആരംഭഘട്ടത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഏറ്റവും അവസാന ഘട്ടത്തിൽ നമ്മുടെ കാഴ്ച ഇരുവശങ്ങളിൽ നിന്നും ചുരുങ്ങി ഒരു ട്യൂബ് പോലെയാകുന്ന ഘട്ടത്തിലാണ് രോഗി തിരിച്ചറിയുന്നത് വശങ്ങളിലേക്കുള്ള കാഴ്ച എത്രത്തോളം മങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അതൊരു വിധത്തിലുള്ള ലക്ഷണമില്ലാതെ അവസാനം അന്ധതയിലേക്ക് നയിക്കുന്ന ഒരു രോഗം കൊണ്ടാണ് ഇതിനെ സൈലന്റ് കില്ലർ ഓഫ് വിഷൻ എന്ന് പറയുന്നത്. കണ്ണിന്റെ പ്രഷർ വ്യതിയാനം കൊണ്ട് കണ്ണിന്റെ ഞരമ്പിന് തേയ്മാനം വരുന്ന ഒരു രോഗത്തെയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. ഈ ഗ്ലൂക്കോമ ബാധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരെന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവര്, അതേപോലെ 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാര്. കുടുംബങ്ങൾക്ക് ഗ്ലൂക്കോമ ഉണ്ട്. ഒരു പാരമ്പര്യ രോഗം കൂടിയാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. പ്രമേഹം, അതേപോലെ രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരിലാണ് കൂടുതലും ഗ്ലൂക്കോമ കണ്ടുവരുന്നത്. കണ്ണിന്റെ നിർണായകമായ ശസ്ത്രക്രിയ കഴിഞ്ഞവര്, കോർട്ടിക്കോയിഡ് സ്റ്റിറോയിഡുകൾ വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ ദീർഘകാലമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും ഗ്ലൂക്കോമ കണ്ടുവരുന്നുണ്ട്. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ വേദന, കണ്ണിൽ ചുമപ്പ്, അതേപോലെ തന്നെ തലവേദന, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ മഴവില്ല് പോലെ ഒരു വരയങ്ങൾ കാണുന്നത്, കാഴ്ച പരിധി കുഴൽ രൂപത്തിൽ നടുഭാഗത്ത് മാത്രമായിട്ട് കാണുന്നത്. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ, ഗ്ലൂക്കോമയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത് തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചെറിയ തുള്ളിമരുന്നുകളും ചെറിയ ലഘുവായിട്ടുള്ള ലേസർ ചികിത്സയൊക്കെ മൂലം പ്രഷർ കുറയ്ക്കാവുന്നതാണ്. എന്നാൽ രോഗം മൂർച്ഛിച്ച ഒരവസ്ഥയാണെങ്കിൽ വിവിധ തരത്തിൽ വരുന്ന ഓപ്പറേഷൻ നടത്തി കണ്ണിന്റെ പ്രഷർ നിയന്ത്രണ വിധേയമാക്കണം. എന്നാൽ മാത്രമാണ് ഗ്ലൂക്കോമയ്ക്ക് ശമനം ഉണ്ടാവുള്ളൂ. ഗ്ലൂക്കോമയുള്ള ഒരു പേഷ്യന്റിന് ഡോക്ടർ എത്ര കാലമാണോ പറയുന്നത്, കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എത്ര കാലമാണോ ഈ ഗ്ലൂക്കോമയുടെ മരുന്ന് ഉറ്റിക്കണമെന്നൊരു പേഷ്യന്റിനോട് പറയുന്നത് അതുവരെ അവർ ഉറ്റിക്കേണ്ടതാണ്. അല്ലാതെ ഒരിക്കലും നമ്മുടെ ഇഷ്ടത്തിന് സ്റ്റോപ്പ് ചെയ്യേണ്ടതൊന്നല്ല ഗ്ലൂക്കോമ മെഡിസിൻ എന്ന് പറയുന്നത്. ഗ്ലൂക്കോമ എന്ന് പറയുന്ന രോഗം വരാതെ നമുക്ക് സൂക്ഷിക്കാവോ എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. പക്ഷെ ഗ്ലൂക്കോമ എന്ന് പറയുന്ന അസുഖം നമുക്ക് വരാതെ സൂക്ഷിക്കാനൊന്നും പറ്റില്ല, അത് തടയാൻ പറ്റുന്നതൊന്നല്ല. പക്ഷേ നമ്മൾ ആരംഭഘട്ടത്തിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഷുഗർ നിയന്ത്രിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രഷർ നമ്മൾ മരുന്ന് കഴിച്ച് നിയന്ത്രിക്കുന്നത് പോലെ തുടക്കത്തിലേ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്കതിനെ നിയന്ത്രിക്കാൻ പറ്റും. ഗ്ലൂക്കോമ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഞരമ്പിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷേ മരുന്നൊഴിച്ചിട്ട് പ്രഷർ കൺട്രോൾ ചെയ്ത്